വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 29-ാം തീയതി ജൂലൈ 7 2026 രാവിലെ 7:44 ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഓഗസ്റ്റ് മന്തിന്റെ കോൺട്രാക്ട് ഓപ്പൺ ആണ്. ഓഗസ്റ്റ് മന്തിന്റെ ഫ്യൂച്ചർ കോൺട്രാക്ട് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. നിഫ്റ്റി 50-യുടെ ഫ്യൂച്ചറിന്റെ ഓഗസ്റ്റിന്റെ കോൺട്രാക്ടിന്റെ ചാർട്ടാണ്. 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. ഇതാണ് ലെവൽസ് നോട്ട് ചെയ്യുക. നമ്മുടെ ലെവൽസ് ഒക്കെ എത്ര അക്യുറസി ഉണ്ടെന്നുള്ളത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു 10-20 പേരേ ഉള്ളൂ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ. അതിനകത്ത് നമ്മൾ ലൈവില് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നലെ സൈഡ് വേസ് ആയിരുന്നല്ലോ അല്ലെ? ഇന്നലെ നല്ല സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. ആ സൈഡ് വേസ് മാർക്കറ്റിലും പിയില് 24,000 പിയില് നമുക്ക് ഒരു 60 പോയിന്റ് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 30 പോയിന്റ് ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. പിന്നെ പേടിയില്ലാത്തവര് 60 പോയിന്റ് ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. ഞാൻ രാവിലെ തന്നെ നമ്മളൊരു ലെവൽ പറഞ്ഞിരുന്നു. 24,030 വാച്ച് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. 24,030 മുകളിൽ നിഫ്റ്റി 50 സ്പോട്ട് വാച്ച് ചെയ്യാൻ പറഞ്ഞു. സ്പോട്ട് പോയില്ല. അപ്പൊ രാവിലെ തന്നെ ആ റിജക്ഷൻ കണ്ടിട്ട് ഞാൻ കയറി. പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടല്ല, ആ റിജക്ഷൻ കണ്ടിട്ടും മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ചില അനോമാലിസ് എന്ന് പറയും, അത് കണ്ടിട്ടും പിന്നെ ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടും കയറി. 10 മണിക്ക് മുന്നേ എനിക്ക് ഒരു എമൗണ്ട് ഇതുണ്ടായിരുന്നു, ലാസ് ആയിരുന്നു. 10 മണിക്ക് ശേഷം അതിൽ കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റ് ആയപ്പോൾ ഇറങ്ങി. അത് ഞാൻ കമ്മ്യൂണിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും. ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കണം എന്നാണ് ഞാൻ 99% ശ്രമിക്കുന്നത്. പറയാൻ കാരണം 24,000 പി പറഞ്ഞിരുന്നത് ഒരു 24 രൂപയാണ്. 24 രൂപ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്തോളൂ. നമുക്ക് ഒരു ടാർഗറ്റ് 63 പറഞ്ഞിരുന്നത്. അതാണ് ഇന്നലത്തെ പോയിന്റ് ഓഫ് കൺട്രോളും. അത് ആദ്യം 24-ന്ന് 55 വരയ്ക്കും പോയി. വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ആ 24 വീണ്ടും 55 വരയ്ക്കും പോയി തിരിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 2:45 വീണ്ടും 24-ന്ന് 55 പോയിട്ട് 14-ലാണ് ക്ലോസ് ചെയ്തത്. അങ്ങനെ 30-60 പോയിന്റിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നലെ സൈഡ് വേസ് മാർക്കറ്റിൽ ഓപ്ഷൻ ബയറിന് കിട്ടി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ കാര്യമാണ് പറയണത്. അത് റിസ്ക് എടുക്കുന്നവർക്ക് എടുക്കാം, സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ 148 148 ആണ് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. ഇതാണ് ലെവൽ. ഈ ലെവൽ നോക്കിക്കോളൂ. നമ്മുടെ ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇന്നലെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, ഇന്നലെയും മെനിഞ്ഞാന്നും 2 ദിവസവും അത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക്, പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് എൻട്രി ഇല്ല. ഓപ്ഷൻ ബയറിന് എൻട്രി ഇല്ല. ഓപ്ഷൻ സെല്ലറിന്റെ അതൊരു സ്ട്രാറ്റജിയാണ്, സെറ്റപ്പാണ്. അതും കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ഓപ്ഷൻ ബൈയിങ് അവോയ്ഡ് ചെയ്യാം. ഓവർ ട്രേഡ് ഇല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, എന്നൊക്കെ ഓവർ ട്രേഡ് വരും, എന്നൊക്കെ ഓപ്ഷൻ ബൈയിങ് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഈ പോയിന്റ് ഓഫ് കൺട്രോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ആ ഇൻഡിക്കേറ്ററിന്റെ ഒരു വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കൺട്രോളിന്റെ സക്സസ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ മാർക്ക് ചെയ്യുക. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 48 ആണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.